100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നുള്ള വലിയ അവകാശവാദങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജി സുധാകരൻ യു ഡി എഫിലേക്ക് പോകണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എഴുതി കഴിഞ്ഞാൽ അയാൾ മാധ്യമപ്രവർത്തകനല്ലെന്നേ പറയാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ CKP പത്മനാഭൻ CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇവരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഈ കോൺഗ്രസിലെ തലതെറിച്ച ചില നേതാക്കന്മാരൊക്കെ അവസാന കാലഘട്ടത്തിൽ അധികാരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് BJPയിലേക്ക് പോകുമെന്ന് ഭീഷണി മുഴക്കുന്നത് പോലെ കേരളത്തിലെ ഒരു സഖാവ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും നിൽക്കത്തില്ല. കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് UDF നേതൃത്വം പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ആളില്ലാ പാർട്ടികളുടെ ആളില്ലാ നേതാക്കന്മാർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടാവരുത്. കോൺഗ്രസ് ചെയ്യേണ്ടത്, UDF ചെയ്യേണ്ടത് വല്ലവൻ്റെയും വീട്ടിൽ പോയിട്ട് അവിടെ കട്ടിൽ കിടക്കുന്ന കാർന്നവന്മാരെ എടുത്തുകൊണ്ടുവന്ന് UDFന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. നമസ്കാരം. UDFന്റെ വിസ്മയമാവുന്നത് CPM വിരമിച്ച നേതാക്കന്മാരാണോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാണെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീം UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നുള്ള വലിയ അവകാശവാദങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 100 സീറ്റ് നേടാൻ സാധിക്കാത്ത പക്ഷം അദ്ദേഹം വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിസ്സാരമായിട്ടുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. ഒരു രാഷ്ട്രീയത്തിൽ ഇത്രയും ഒരു ആത്മധൈര്യം കാണിക്കുന്നത് വേറെ, അല്ലെങ്കിൽ ഇത്രയും ഒരു തൻ്റെ ഇടം കാണിക്കുന്നത് ചാൾസ് ശോഭരാജ് പോലും കാണിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതേപോലുള്ള ഒരു ധൈര്യമാണ് വി ഡി സതീശൻ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനെന്തെങ്കിലും ഒരു റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട്, കഴിഞ്ഞ ദിവസമൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതോടൊപ്പം തന്നെ RJDയുമായിരുന്നു. അത് ഇന്നലെ കൊണ്ട് അവസാനിച്ചു. ഇന്നലെ ഇപ്പോൾ ജോസ് കെ മാണി ഒന്ന് പ്രസ്താവന നടത്തുന്നു, RJDയുടെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നില്ല. അതോടുകൂടി ആ വാർത്ത അവിടെ അസ്തമിച്ചു പോകുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ പുതിയ വാർത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതലുള്ള പുതിയ വാർത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരനൊക്കെ UDFലേക്ക് പോകണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എഴുതി കഴിഞ്ഞാൽ അയാൾ മാധ്യമപ്രവർത്തകനല്ലെന്നേ പറയാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ ജി സുധാകരൻ ആരാണ് എന്നറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകനും ജി സുധാകരൻ LDF വിട്ടിട്ട് UDFലേക്ക് പോകുമെന്ന് പറയത്തില്ല. അപ്പോൾ എത്ര ബാലിശമായിട്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ CKP പത്മനാഭനെ പോയിട്ട് ഇന്നലെ K സുധാകരൻ സന്ദർശിച്ചിട്ടുണ്ട്. ഈ K സുധാകരൻ സന്ദർശിച്ചു എന്ന് കരുതി CKP പത്മനാഭനെ പോലെയുള്ള ഒരാൾ CPM എന്ന പാർട്ടി മാറിയിട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറുമോ? അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അത് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അവർ പോകുമോ? ഇനിയിപ്പോൾ CKP പത്മനാഭൻ CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇവരുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി പറയാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിരമിച്ചിട്ടുള്ള സഖാക്കൾക്കായി അല്ലെങ്കിൽ നേതാക്കന്മാർക്കായിട്ട് ഞങ്ങളൊരു വൃദ്ധസദനം ആരംഭിച്ചിരിക്കുന്നുവെന്ന്, 50% സീറ്റ് യുവാക്കൾക്കും വനിതകൾക്കും സംവരണം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല, പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മിനിങ്ങാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രതിപക്ഷ നേതാവ് ജോസ് കെ മാണിയുമായിട്ട് സംസാരിച്ചുവെന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് അതേക്കുറിച്ചൊന്നും മിണ്ടാട്ടമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ CKP പത്മനാഭന്റെ ഒക്കെ കാര്യത്തിൽ ഇവരെത്ര ബാലിശമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് ഇവർ പറയുന്നത് സുരേഷ് കുറുപ്പിനെ കുറിച്ചാണ്. സുരേഷ് കുറുപ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം നടത്തി എന്ന് കരുതി ഉടനെ തന്നെ സുരേഷ് കുറുപ്പ് CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോവുമോ? ഈ കോൺഗ്രസിലെ തലതെറിച്ച ചില നേതാക്കന്മാരൊക്കെ അവസാന കാലഘട്ടത്തിൽ അധികാരം കിട്ടാതെ വരുമ്പോഴത്തേക്ക് BJPയിലേക്ക് പോകുമെന്ന് ഭീഷണി മുഴക്കുന്നത് പോലെ കേരളത്തിലെ ഒരു സഖാവ് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും നിൽക്കത്തില്ല. അപ്പോൾ സുരേഷ് കുറുപ്പിനെ പോലുള്ള ആൾ പല പ്രാവശ്യം കോട്ടയത്ത് നിന്ന് MP ആയിട്ടുള്ള സുരേഷ് കുറുപ്പ്, അതുകൂടാതെ തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് MLA ആയിട്ടുള്ള സുരേഷ് കുറുപ്പ് ഒരു കാരണവശാലും CPM വിട്ടിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കത്തില്ല. അത് കൂടാതെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇപ്രാവശ്യം കോട്ടയത്ത് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു സഖാവ് കൂടിയായിരിക്കും സുരേഷ് കുറുപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് പോലെ ഈ CPMലെ പഴയ നേതാക്കന്മാരെയൊക്കെ മാടി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഇന്നലെ ഒരു ഐഷ പോറ്റി പോയി. പക്ഷെ ഐഷ പോറ്റി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇടതുപക്ഷ അനുഭാവി മാത്രമാണ്, അവർക്ക് പോകാം. അതിപ്പോ PV അൻവർ പോയതുപോലെ തന്നെയാണത്. PV അൻവർ എന്താ ഇടതുപക്ഷക്കാരനാണോ? അയാൾ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നു, വിജയിക്കുന്നു, MLA ആകുന്നു, ഇടതുപക്ഷ സഹയാത്രികനാകുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഇടതുപക്ഷ നിലപാടുള്ള ആളൊന്നുമല്ല PV അൻവർ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഐഷ പോറ്റിയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ പറയുന്ന മറ്റൊരു പേരാണ് PK ശശി. PK ശശിക്കെതിരെ ഇവർ തന്നെയല്ലേ ഏറ്റവും വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവരെന്തെല്ലാം വലിയ സമരങ്ങളാണ് PK ശശിക്കെതിരെ നടത്തിയിട്ടുള്ളത്. PK ശശിയുമായി ബന്ധപ്പെടുത്തി സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് കോൺഗ്രസ് തന്നെയല്ലേ. ആ കോൺഗ്രസ് തന്നെ PK ശശിയെ ക്ഷണിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകും. ഒരു നിലപാട് പറയണമല്ലോ. നിലപാടുകളുടെ രാജകുമാരനാണല്ലോ ഈ പറഞ്ഞ VD സതീശൻ. അപ്പോൾ VD സതീശൻ എന്ന് പറയണമല്ലോ. കാരണം ഇതാ ഞങ്ങൾ PK ശശിയെ CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയട്ടെന്ന്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരോ മലപ്പുറത്തോ പാലക്കാടോ എവിടെ നടന്നൊരു മീറ്റിംഗിലേക്ക് PK ശശി കടന്നു വരുന്ന സമയത്ത് കൈയടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത്. അതിനു മുമ്പ് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് തോന്നുന്നു PK ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന സമയത്ത് PK ശ്രീമതിയെയും AK ബാലനെയും തീവ്രത അളക്കാൻ വിട്ടു എന്നൊക്കെയുള്ള രീതിയിൽ എത്ര ട്രോളുകൾ CPM-ന് നേരെ ഉതിർത്തുവിട്ടതാണ്. അങ്ങനെ ആ ട്രോളുകൾക്ക് കാരണമായിട്ടുള്ള PK ശശിയെ കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ നിലപാടും അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നതാണ് തോമസ് ഐസക്. TM തോമസ് ഐസക്കൊക്കെ ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമാണോ? കാരണം അദ്ദേഹമൊക്കെ പാർട്ടിയുടെ ഒരു ബുദ്ധിജീവിയായിട്ടൊക്കെ നിലനിൽക്കുന്ന ആളല്ലേ. സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടൊക്കെ നിലനിൽക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലത്തെ ഒരു നിലപാട് സ്വീകരിക്കും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? പക്ഷെ ഇവരുടെയൊക്കെ പുറകെ നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ UDF പോയി എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തമായിട്ട് ഒരുപാട് റിസോഴ്സസ് ഉള്ള കോൺഗ്രസ് ആ റിസോഴ്സസ് കണ്ടെത്താതെ പുറത്ത് റിസോഴ്സസ് അന്വേഷിച്ച് നടക്കുന്ന ഗതികേട്, ആ ഗതികേടിനെ കാണാതെ പോകരുത്. കാരണം 100 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണം പിടിക്കും എന്നൊക്കെ പറയുമ്പോഴും എല്ലാ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായിട്ട് UDF കൂടിയിട്ടും അവർക്ക് ഭരിക്കാൻ വേണ്ടുന്ന ഒരു ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ CPM-ന്റെ റിട്ടയർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ റിട്ടയർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പുറകെ പോകുന്നത്, CPI-യുടെ റിട്ടയർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പുറകെ പോകുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ഇതൊക്കെ. കോൺഗ്രസും മുസ്ലിം ലീഗും തനിച്ച് നിന്നാലും അവർ കേരളത്തിലൊരു ശക്തിയല്ലേ. അവരുടെ ആ ഒരു ശക്തിയെ തിരിച്ചറിയലേ വേണ്ടത്. UDF-നകത്ത് ഇപ്പോൾ ശക്തിയുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP, പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് കുറച്ചൊക്കെ ഉണ്ട് എന്നതിനപ്പുറത്തൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പാർട്ടികൾ മാത്രം പ്രധാനമായിട്ട് UDF-ലുള്ളൂ. അത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP ആണ്. അതിനപ്പുറത്തേക്ക് ആളുള്ള പാർട്ടി അല്ലെങ്കിൽ ജനകീയ അടിത്തറയുള്ള പാർട്ടി UDF-നകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP ഈ 3 ആളുകളും ചേർന്ന് ശക്തമായ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനകീയ സമരങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഇവരുടെ മേൽ വിശ്വാസം അർപ്പിക്കും. മറിച്ച് ആർക്കും വേണ്ടാതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന കുറേ ആളുകളെ വലിച്ചു വാരിക്കൊണ്ടുപോയി മുന്നണിയാണ്, ഘടകകക്ഷിയാണ്, അസോസിയേറ്റഡ് മെമ്പേഴ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാർട്ടികളുടെ എണ്ണമല്ല, UDF, കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് UDF നേതൃത്വം പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ആളില്ലാ പാർട്ടികളുടെ ആളില്ലാ നേതാക്കന്മാർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടാവരുത്. കോൺഗ്രസിനകത്ത് തന്നെ എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവസരങ്ങൾ കിട്ടാത്ത എത്രയോ നേതാക്കന്മാർ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെയല്ലേ അവസരം കൊടുക്കേണ്ടത്. അതല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടി കിടക്കുന്ന ആളുകളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കാണോ സ്ഥാനം കൊടുക്കേണ്ടത്? ഇപ്പൊ കൊട്ടാരക്കരയിലൊക്കെ നോക്കി ഐഷ പോറ്റി ഇപ്പൊ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പോകുന്നു. കാരണം മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയല്ലേ. അവിടെ കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഒട്ടിച്ചും വെള്ളം കോരി നടന്നിട്ടുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ടാവും, എത്രയോ ആളുകളുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ മത്സരിക്കാനുള്ള ആഗ്രഹത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇനിയും ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്താണ് വിചാരിക്കുക? തങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യം? നാളെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നതിന് ശേഷം അയാൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാവും എന്നുള്ളതല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ അഭിനയിച്ചൊരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഐമനം സിദ്ധാർത്ഥന് എന്ത് സംഭവിച്ചോ അതേ രീതിയിൽ സംഭവിക്കുന്ന ഒരുപാട് നേതാക്കന്മാരോട് ഇല്ലേ? അവർക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത്, UDF ചെയ്യേണ്ടത് വല്ലവൻ്റെയും വീട്ടിൽ പോയിട്ട് അവിടെ കട്ടിൽ കിടക്കുന്ന കാർന്നവന്മാരെ എടുത്തുകൊണ്ട് വന്ന് UDF-ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് സ്വന്തം കുടുംബത്തിലുള്ള ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്ത് അവരെ മത്സരിപ്പിച്ച് വിജയിച്ച് നിയമസഭയിലെത്തി ഭരണം പിടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ കൊണ്ട് ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വിസ്മയമായി മാറുകയില്ല, മറിച്ച് ഏറ്റവും വലിയ അപഹാസ്യമായിട്ട് തീരുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.